വനിതാ സമാജം ഇതാ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അമ്മച്ചിമാരുടെ ക്രിസ്മസ് രാവ്. എന്തായാലും പള്ളിയിൽ പോകണം. കാലിന്റെ വേദനയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. മേൽക്കുട്ടി പള്ളിയിൽ പോകുന്നുണ്ടോ ആവോ? ഒന്ന് വിളിച്ചു നോക്കട്ടെ, അവൾ കേൾക്കുമോ എന്തോ. മേൽക്കുട്ടി, മേൽക്കുട്ടി. ഓ ഭാഗ്യം, അവൾ കേട്ടു. നീ അവിടെ എന്നാ എടുക്കുവായിരുന്നടി? ഞാൻ കുറച്ച് അച്ചപ്പം ഉണ്ടാക്കുമായിരുന്നു ചേച്ചി. എനിക്ക് ഈയിടെയായി ഭയങ്കര വിശപ്പാണ്. എപ്പോഴും എന്തെങ്കിലും കുറച്ചുകൊണ്ടിരിക്കണം. ഷുഗർ അല്ലേ? എടി, നാളെ ഞായറാഴ്ചയല്ലേ, നമുക്ക് പള്ളിയിൽ പോകണ്ടേ? ഓ, ഞാനതങ്ങ് മറന്നു. എനിക്കാണ് കാലിന് ചെറുതായി വേദനയൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് പയ്യെ പയ്യെ നടന്നങ്ങ് പോവാം. അപ്പൊ ചേച്ചി കാലിന് തൈര് തേക്കുന്നില്ലേ? അതൊക്കെ ഉണ്ടടി, അതുകൊണ്ട് കുറച്ച് കുറവുണ്ട്. ആ ചേച്ചി, പിന്നെ കാനഡയിൽ മക്കളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നായൊക്കെ ഉണ്ടടി അവരുടെ വിശേഷം? എന്നെ പറയാനാ ചേച്ചി, അവര് പറയുക ഇപ്രാവശ്യം ക്രിസ്മസിന് നാട്ടിലേക്ക് വരുന്നില്ലാന്ന്. കഴിഞ്ഞ പ്രാവശ്യം അവർ വരുമെന്ന് കരുതി ഞാൻ എല്ലാവർക്കും കാത്തിരുന്നു. എത്ര നാളായി അവർ കണ്ടിട്ട്. അത് സാരമില്ലടി, നീ വിഷമിക്കാതിരിക്കുക. അവർക്കെല്ലാവർക്കും തിരക്കല്ലയോ. നമ്മുടെ വിഷമങ്ങളുണ്ടോ അവരറിയുന്നു. എന്റെ മോൻ ജോർജ് കുട്ടിക്ക് അവന്റെ അമ്മയെ ഒന്ന് വിളിക്കാൻ പോലും നേരില്ല. അവരെ ഒന്നും കാത്തിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ പോകാം. ശരിയാ ചേച്ചി പറഞ്ഞത്. ചേച്ചി, എന്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ നാളെ പള്ളിയിൽ പോയി ഒരുങ്ങി വരാം. അടുത്ത ദിവസം ഞായറാഴ്ച. ചേച്ചി ഒരുങ്ങിയോ? ഞാൻ എപ്പോഴേ ഒരുങ്ങിയിരിക്കുവാ. എന്നാ നമുക്ക് ഇറങ്ങിയാലോ? ചേച്ചി, ആ പോകണേ നമ്മുടെ സലാമല്ലേ? അത് ശരിയാണല്ലോ. സാറാമേ, സാറാമേ, നീ ഒന്ന് നിൽക്കടി, ഞങ്ങൾ വരുന്നു. നീ എവിടേക്കാണ് ഇത്ര ദുഃഖപ്പെട്ട് പോകുന്നേ? നിങ്ങളെ കണ്ടിട്ട് കുറേ നാളായല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മക്കളൊക്കെ വരുന്നുണ്ടോ ക്രിസ്മസിന്? ഓ, ഇപ്രാവശ്യം അവർക്ക് വരാൻ പറ്റില്ലേ? നമുക്ക് ശരിയിൽ നിന്ന് എന്റെ ഭർത്താവിനൊക്കെ കണ്ടിട്ട് പോകാം. പള്ളികളിലേക്ക് എനിക്ക് കുറെ സമയമുണ്ടല്ലോ. നിങ്ങൾ നോമ്പ് നോക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് നോക്കൊന്നുമില്ല. നീർച്ചട്ടി തുടക്കാതെ രാത്രിയിൽ ഉറക്കം വരാത്തവളോടാണ് എന്റെ ചോദ്യം. ഈ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഞങ്ങളോട് കർത്താവങ്ങ് പൊത്തോളും. അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മുടെ മറിയാമ്മയുടെ മക്കള് വന്നിട്ടുണ്ട്. അതെയോ? അവള് ഭയങ്കര സന്തോഷത്തിലാ. അവളുടെ പത്രാസൊക്കെ ഒന്ന് കാണണം. അവള് പറയുവാ, ഇത്തവണ അവള് തിരിച്ചു പോകുമ്പോ അവളെ കൂടി കൊണ്ടുപോകുന്ന. പിന്നെ അവൾക്ക് എന്തോ മൊബൈൽ ഫോണോ വേറെ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെന്തോ വാട്സാപ്പോ എന്തോ ഉണ്ടെന്ന് കേട്ടു. അത് എന്നതാണ് വാട്സാപ്പും മൊബൈൽ ഫോണും? വാട്സാപ്പല്ല ചേച്ചി, വാട്സാപ്പ്. അത് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള സൂത്രാണ്. അതിനകത്ത് നമുക്ക് ആളുകളെ കണ്ടുകൊണ്ട് സംസാരിക്കാം. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നില്ലേ, അതുപോലെ തോന്നും. ഓരോരോ പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്തായാലും കൊള്ളാം.
മേരിക്കുട്ടി അങ്ങനെ പറയുന്നേ? അതെ, ഇന്നാള് പള്ളിയിൽ വട്ടയത്തുണ്ടാക്കിക്കൊണ്ടതുമ്പോ ഞാൻ ഒരു ലക്ഷം ചോദിച്ചു. അപ്പോൾ അവൾ പറയാതെ മേരിക്കുട്ടിക്ക് ഷുഗർ അല്ലേന്ന്. എനിക്ക് ഒരാളുടെ തോന്നില്ല. എന്നാ പിന്നെ അവളെ വിളിക്കണ്ട. നിനക്കറിയോ, ആ കവലയ്ക്കുള്ള വീട്ടിലെ ജാൻസിക്കുട്ടിയുടെ ചെറുക്കിനെ ഒരു എടി, നിർത്ത്. രാവിലെ തന്നെയുള്ള പഴദൂഷണം പറച്ചില് പള്ളിപ്പണി അടിക്കുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് വേഗത്തിൽ നടക്കാം. കുർബാന കഴിഞ്ഞതിന് ശേഷം അമ്മച്ചിമാർ മക്കൾ വന്ന സന്തോഷത്തിൽ മതിമറന്നു നിൽക്കുന്ന മറിയാമ്മയെ കണ്ടുകൊണ്ടുവന്നു. മേരിക്കുട്ടി, സാറാമ്മേ, നിങ്ങളൊന്ന് അവിടെ നിന്നേ. ഇത് എന്നാ വേഷമാണ്? നിന്നെ കണ്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലായതേ ഇല്ല. നിങ്ങൾ അറിഞ്ഞോ, എന്റെ മക്കൾ UK വന്നിട്ടുണ്ട്. ആ, ഞങ്ങൾ അറിഞ്ഞായിരുന്നു. ഇതൊക്കെ ഒരു കൊണ്ടുവന്നതാ. കൊച്ചുമക്കൾ ഒരേ നിർബന്ധം ഈ വേഷമൊക്കെ ഇടണമെന്ന്. ഇട്ടപ്പോൾ എനിക്കും തോന്നി ചേരുന്നുണ്ടെന്ന്. ഇപ്പൊ നിന്നെ കാണുമ്പോൾ ഒരു കൊച്ചു മദാമെ പോലെ ഉണ്ടടി. ഉള്ളതാണോ? കൊച്ചുമക്കൾ പറയുക ഇപ്രാവശ്യം ഞാനും അവരുടെ കൂടെ UK-യിലേക്ക് ചെല്ലണമെന്ന്. ഇത് കണ്ടോടി, എന്റെ മോൻ ഇപ്രാവശ്യം എനിക്ക് കൊണ്ടുവന്നതാണിത്, മൊബൈൽ ഫോൺ. ദേ, എന്റെ മോൻ വിളിക്കുക. എടാ അമ്മച്ചി, ഞാൻ വരുന്നു. ഈ പിള്ളേരുടെ ഒരു കാര്യം, ഒരു നിമിഷം പോലും എന്നെ കാണാതിരിക്കാൻ അവർക്ക് പറ്റത്തില്ല. എപ്പോഴും അമ്മച്ചി ഭക്ഷണം കഴിച്ചോ മരുന്ന് കഴിച്ചോ എന്നൊക്കെയുള്ള അന്വേഷണമാണ്. ചേച്ചി, ജോലിക്കുട്ടിയോട് ഇതുപോലെ തന്നെ കൊണ്ടുവരാൻ പറ. ഓ, ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളൂ. അല്ല, ഇതെന്താ നിന്റെ തലയിൽ ഒരു കറുത്ത കണ്ണട? ഇതാണടി കൂളിംഗ് ഗ്ലാസ്. ഇതൊക്കെ വെച്ച് വേണം എനിക്ക് UK-യിലേക്ക് പോകാൻ. ഇത് റാവാന, ഇമ്മിണി വലിയ കണ്ണട. ഇതുപോലെ ഒരെണ്ണം എന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ എനിക്ക് തന്നായിരുന്നു. ഇതൊന്നും അല്ലാടി. എങ്ങനെയുണ്ടടി എന്നെ കാണാൻ? എനിക്ക് നന്നായി ചേരുന്നുണ്ടോ? നന്നായി ചേരുന്നുണ്ട്. പാടത്ത് നിർത്താൻ കൊള്ളാം. നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോടി? ഇല്ലേ? നിങ്ങളുമായി വിശേഷങ്ങൾ പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. കുറച്ച് ബന്ധുവീടുകളിലോട്ടൊക്കെ ഒന്ന് പോകണം. ഇനി UK-യിലേക്ക് പോയാൽ പിന്നെ ഏത് കാലത്താണ് കാണാനാ? എന്നാ ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. എന്നാ നീ അങ്ങോട്ട് ചെല്ലേ. ആ പിള്ളേർ എത്ര നേരമായി നിന്നെയും കാത്ത് അവിടെ നിൽക്കുന്നു. കണ്ടില്ലേ നിരത്തൊന്നുമല്ല. ആ തണുപ്പത്തേക്ക് പോകാതിരുന്നിട്ട് കേടണോ? അവിടെ കിടന്ന് തണുത്ത് കിടന്ന് ചാകാനാവും. ഒന്ന് നിർത്തടി പെണ്ണുങ്ങളെ. അവളങ്ങ് ഒത്തിരി സന്തോഷത്തില. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാ. നിങ്ങളൊന്ന് ക്ഷമിക്കേ. എന്നാലും ഇങ്ങനെയാണ് ഒരു കൊച്ചു. എന്നാൽ ഇനി അടുത്ത ആഴ്ച കാണാം. അമ്മച്ചിമാർ അവരവരുടെ വീടുകളിൽ